സോ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ആൻഡ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അണ്ടർ 10,000 രൂപയ്ക്ക് എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഇയർബഡ്സുകളാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഇയർബഡ്സ് ആണ് നമ്പർ സൂപ്പർ ബഡ്സ് പ്രോ GT9. ഈ ലിസ്റ്റിലെ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഷേപ്പിലാണ് നമ്മുടെ ഈ ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ RGB ഡിസൈനിലാണ് ഈ ഒരു ഗെയിമിംഗ് ഇയർബഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു TWSനകത്ത് 13 മില്ലിമീറ്റേഴ്സിന്റെ ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സറൗണ്ട് സൗണ്ട് ടെക്നോളജിയും ഹൈ ഓൺ ബാസ് ടെക്നോളജിയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി വേണ്ടി ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഈ ഇയർബഡ്സിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ 40 മില്ലി സെക്കൻഡ്സിന്റെ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ENC വിത്ത് MEMS ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഈ ഒരു ഇയർബഡ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ അപ് ടു 48 അവേഴ്സിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് 800 to 1000 രൂപീസിനുള്ളിലാണ് നമുക്ക് ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു ഇയർബഡ്സ് ആണ് നോപ്പ് എന്ന ബ്രാൻഡിന്റെ സോണിക് X1. അത്യാവശ്യം നല്ലൊരു RGB ഡിസൈനിലാണ് നമ്മുടെ ഈ ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള IPX4 സ്വെറ്റ് റെസിസ്റ്റന്റ് ഈ ഒരു ഇയർബഡ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ 13 മില്ലിമീറ്റേഴ്സിന്റെ ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഫുൾ ടച്ച് കൺട്രോൾ പാനൽസും ബ്ലൂടൂത്തിന്റെ 5.3 വെർഷനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടി 35 ms ലോ ലേറ്റൻസി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാഡ് മൈക്ക് വിത്ത് ENC ടെക്നോളജിയും ഈ ഒരു ഇയർബഡ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ അപ് ടു 50 അവേഴ്സിന്റെ ലോങ് ടൈം യൂസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് അത്യാവശ്യം നല്ലൊരു മ്യൂസിക്കിൽ വരുന്ന ഈ ഒരു ഇയർബഡ്സ് 600 to 700 റേഞ്ചിലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു പുലിക്കുട്ടിയായിട്ടുള്ള ഈ ഇയർബഡ്സ് ആണ് നമ്പറിന്റെ സൂപ്പർ ബഡ്സ് 999. കിടിലം ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു ഇയർബഡ്സിനകത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു RGB ഡിസൈനിലാണ് കേസിംഗ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ 12.4 മില്ലിമീറ്റേഴ്സിന്റെ സ്റ്റീരിയോ ബാസ് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 360 ഡിഗ്രി സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഇയർബഡ്സിനകത്ത് അപ് ടു 40 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ബ്ലൂടൂത്തിന്റെ 5.4 ഡുവൽ പെയറിംഗ് എന്നീ ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു ഇയർബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റി ആണ് ഇതിന് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ നെക്സ്റ്റ് ആയിട്ട് കിഡിലമായിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടി 35 മില്ലി സെക്കൻഡ്സിന്റെ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡും ENC സപ്പോർട്ട് ആയിട്ടുള്ള ക്വാഡ് മൈക്ക് വിത്ത് ഫുൾ ടച്ച് കൺട്രോൾ വരുന്ന ഈ ഒരു ഇയർബഡ്സിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് അടിപൊളിയായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് വൈസ് നോക്കുവാണെങ്കിൽ അപ് ടു 60 അവേഴ്സിന്റെ ഫുൾ ബാക്കപ്പ് ടൈം ലഭിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ സിംഗിൾ ചാർജിലൂടെ 3 to 5 അവേഴ്സ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ ഈ ഒരു ഇയർബഡ്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1000 to 1200 rupees. സോ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു ഇയർബഡ്സ് ആണ് മൊസൂന്റെ FlexiBuds X Pro. വളരെ കോമ്പാക്ട് ഡിസൈനിൽ വരുന്ന അതുപോലെ ഒരു ട്രാൻസ്പെറന്റ് ഡിസൈനിൽ വരുന്ന ഈ ഒരു കേസിനകത്ത് RGB ഡിസൈനോടൊപ്പം ബാറ്ററി പെർസെന്റേജ് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ 13 മില്ലിമീറ്റേഴ്സിന്റെ ബിഗ് സൗണ്ട് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 ഇക്വലൈസർ മോഡ്സും ബ്ലൂടൂത്തിന്റെ 5.3 വെർഷനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റി ആണ് ഇതിന് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അപ് ടു 40 ms ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ENC സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് അപ് ടു 50 അവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ 4 to 5 അവേഴ്സിന്റെ മാക്സിമം യൂസേജ് നമുക്ക് സിംഗിൾ ചാർജിലൂടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ ഒരു ഇയർബഡ്സ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 850 rupees. സോ നമ്മൾ ലിസ്റ്റിലെ ഫൈനൽ ഇയർബഡ്സ് ആയിട്ടുള്ള അതുപോലെ റീസെന്റ് ലോഞ്ച് ആയിട്ടുള്ള ട്രൂക്കിന്റെ BTG ക്രിസ്റ്റൽ ഇയർബഡ്സ് ആണ്. ഈ ഒരു ഇയർബഡ്സിന്റെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ട്രാൻസ്പെറന്റ് കേസിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ലൈറ്റിൽ വന്നിട്ടുള്ള ഇയർബഡ്സ് കേസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ബോഡിയാണ് ഈ ഒരു ഇയർബഡ്സിന്റെ കേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിന്റെ മ്യൂസിക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ 13 മില്ലിമീറ്റേഴ്സിന്റെ ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിനകത്ത് 360 ഡിഗ്രിയുടെ സ്പേഷ്യൽ ഓഡിയോ ഫീച്ചേഴ്സും ബ്ലൂടൂത്തിന്റെ 5.4 ലേറ്റസ്റ്റ് വെർഷനും അതുപോലെ ഡുവൽ പെയറിംഗ് ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിന് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ ട്രൂക്കിന്റെ ഈ ഒരു ഇയർബഡ്സിനകത്ത് ഗെയിമിംഗിന് വേണ്ടി 40 ms ലോ ലേറ്റൻസി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാഡ് മൈക്ക് വിത്ത് പ്യുവർ വോയിസ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലായിട്ട് ഇത്രയധികം ഫീച്ചേഴ്സിൽ വരുന്ന ഈ ഒരു ഇയർബഡ്സിനകത്ത് അപ് ടു 68 അവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഈ ഒരു ഇയർബഡ്സ് 800 to 900 rupeesനുള്ളിലാണ് ഓൺലൈനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫൈനലി 1000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറെ അധികം ഇയർബഡ്സുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ് നമ്പറിന്റെ സൂപ്പർ ബഡ്സ് പ്രോ 999. മ്യൂസിക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഫൈനലി അതൊക്കെയാണ് 1000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് ഇയർബഡ്സ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിലും മിച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.